കർഷകനെ എല്ലാവരും പൂഴ്ത്തി പറയുന്നുണ്ട്. കർഷകൻ്റെ അവസ്ഥ എന്നാന്ന് ആർക്കും അറിയില്ല. ശവപ്പെട്ടിക്ക് വരെ എനിക്ക് പറയാൻ കൊള്ളില്ല, ഞാനൊരു അനുഭാവി ആയതുകൊണ്ട് പറയാം. എന്നാലും പറയാം, ഒരു ശവപ്പെട്ടി ഇന്ന് ഒന്ന് ആലോചിച്ച് നോക്കി, കേൾക്കുമ്പോൾ നാണം വരുമല്ലേ. വയനാട് ഒരു ശവപ്പെട്ടിക്ക് 75,000 രൂപ. ഒരു ബോഡി കുടിച്ചാൽ 75,000 വേണോ? 75,000 മുടക്കാമെന്ന് ഞാൻ കേട്ടേക്കണം. ഇത് മൂളിക്കൊട്ടി കത്തി രണ്ട് ഇതൊക്കെയാണ് അവസ്ഥ. കാരണം ഉണ്ടല്ലോ, നല്ല ഒന്നാന്തരം കൃഷി ചെയ്യാൻ പറ്റിയ പാടങ്ങളാണ്. കണ്ടോ, ഒരു 10-20 കൊല്ലമായിട്ട് കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കിടക്കുക. കാരണം കൃഷിക്ക് ഒരു അടിസ്ഥാന സൗകര്യം ഉണ്ടെങ്കിലാണ് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ആ വെള്ളക്കെട്ടും ഇതെല്ലാം മാറ്റി സമയത്ത് വളവും സമയത്ത് കാര്യങ്ങൾ ചെയ്തെങ്കിലാണ് പഞ്ചായത്ത് നേതൃത്വം കൊടുക്കണം, അല്ലെങ്കിൽ സർക്കാർ നേതൃത്വം കൊടുക്കണം. ഇതൊന്നുമില്ല. എല്ലാവരും നമ്മൾ പേപ്പറൊക്കെ പറയും ഞങ്ങളെല്ലാം കൊടുക്കുമെന്നൊരു ഒരു കൊടുക്കലും ഇല്ല, ഒന്നുമില്ല. ഞങ്ങളിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട്, ഞങ്ങൾക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയാനാണ് ഞങ്ങൾ തന്നെ. അതായത് ഞാൻ ഇവിടെ മാറാടി പഞ്ചായത്താണ് ഈ പ്രദേശം. മാറാടി പഞ്ചായത്തിൽ 9ാം വാർഡാണിത്. 9ാം വാർഡാണ്. ഇവിടെ കടുവേലി പാടശേഖരം എന്ന് പറയുന്ന ഒരു പാടശേഖരമാണിത്. അതായത് ഒരു 100 ഏക്കർ ചെല്ലുവാനും സ്ഥലമുണ്ട്. ഇവിടെ 100 ഏക്കർ സ്ഥലമുണ്ട്. അതിൻ്റെ അകത്തൊരു ഈ വേണ്ടാന്ന് പറഞ്ഞാൽ 50 ഏക്കറും തരിച്ച. ഇതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷിക്ക് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. കൃഷി ചെയ്യണമെങ്കിൽ അതിനുള്ള അടിസ്ഥാന സൗകര്യം വേണ്ടേ. ഇപ്പം നിലവിൽ നിസാരം ഞങ്ങൾ ഈ തവണ കൃഷി ചെയ്യാമെന്ന് ഓർത്ത് കുറച്ച് പേരൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കണ്ടം ഉഴുതിട്ടു. പല കണ്ടങ്ങളും ഉഴുതപ്പോഴത്തേക്കും എന്നാ പറ്റുകയെന്ന് വെച്ചാൽ ഈ വെള്ളം മാറുന്നു പോകില്ല. ഞങ്ങൾക്കൊന്ന് വിതയ്ക്കണ്ടേ, അല്ലെങ്കിൽ നടണ്ടേ. വെള്ളക്കെട്ടാണ് പ്രശ്നം. വെള്ളക്കെട്ടിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിസാരം പരിപാടിയുള്ളൂ. അതായത് ഈ തോട്ടിൽ കിടക്കണുണ്ടോ, ചുമ്മാ വെറുതെ പാഴിയും എത്തി സാമൂഹിക ഇതിരുകൾ മുഴുവൻ വേസ്റ്റ് മുഴുവൻ ഈ തോട്ടിൽ കൊണ്ടുവന്നിട്ടേക്കുക. ഈ തോട് പഞ്ചായത്തോ അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാരോ ഇതിനെക്കുറിച്ച് ചിന്തിക്കണമില്ല. പറയും കൃഷിക്കാരൻ ഭയങ്കര ലാഭം. ഞങ്ങൾക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ലാഭകരമല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കൃഷി വേണ്ടാന്ന് വെക്കണം. കൃഷി വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ട് വേറെ കൃഷിയും ചെയ്യിപ്പിക്കില്ല. തണ്ണീർത്തടം നീർത്തട പരിപാടി എന്ന് കുഴപ്പമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കുറേ നിയമങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമ്മളെല്ലാം വെച്ചാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ വീടുകൾക്ക് എനിക്ക് 2 ഏക്കർ സ്ഥലമുണ്ട്. ഒന്നും പ്രയോജനമല്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ബീറ്റാരും പറഞ്ഞാൽ നിലമായിട്ട് ഇറങ്ങണം, കരയല്ല. ഇപ്പോൾ കരയാക്കാമെന്ന് ചെന്ന് കഴിഞ്ഞാലും കര കിട്ടില്ല. പറയുമ്പോൾ പറയും 25 സെൻറ്റ് ഫ്രീ ആണെന്ന് പറയും. ഒരു 25 സെൻറ്റും ഫ്രീ ഇല്ല. ചെല്ലുമ്പോൾ പറയുകയാണ് 25 സെൻറ്റ് ഫ്രീ തന്നെങ്കിൽ നിങ്ങളുടെ ഇയാൾക്ക് 2 ഏക്കറിന് കാശടക്കണം. അപ്പോൾ ഒരു 20 ലക്ഷം രൂപ അടയ്ക്കണം. അപ്പോൾ വേർവാലിയൊക്കെ സർക്കാർ കൂട്ടി 10 സെൻറ്റ്. ഇപ്പോൾ എനിക്ക് 3 പെമ്പിള്ളേരാണ്. 10 സെൻറ്റ് വിൽക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തിന് മേടിക്കാനുമില്ല. ആ അവസ്ഥയിലാണ് നമ്മൾ. അപ്പോൾ അത് എൻ്റെ കാര്യം. ഞാൻ പറഞ്ഞു എന്നാന്ന് വെച്ചാൽ, ഈ പാടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റില്ല. കൃഷിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടിസ്ഥാന സൗകര്യം പഞ്ചായത്തോ സർക്കാരോ ഒരുക്കിയിട്ടില്ല. പറയുമ്പോൾ എല്ലാവരും പറയും കൃഷിക്കാർക്ക് വേണ്ടി വാരിക്കോരി കൊടുക്കാമെന്ന് പറയും. അപ്പോൾ അതാണ് എൻ്റെ അവസ്ഥ. ഇത് നിങ്ങൾ നോക്ക്, ഈ തോട് നിസ്സാരം പഞ്ചായത്ത് ഒരു 1 ലക്ഷം രൂപ മുടക്കിയാൽ 1 ലക്ഷം രൂപ വേറെ നമ്മൾ ഈ 1 ലക്ഷം രൂപ മുടക്കിയിട്ട് ഈ പാഴിയും ഇവിടെ തൊഴിലുറപ്പുണ്ട്. ഇവിടെ കുറേ ഇവിടുത്തെ OPY എന്ന് പറഞ്ഞ ആളാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. പുള്ളി ആത്മാർത്ഥമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടോ, പക്ഷേ പുള്ളി ചെയ്യണമെങ്കിൽ സമയത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ നിയമ സംവിധാനം. ഇപ്പോൾ തൊഴിലുറപ്പുണ്ട്. ഈ തൊഴിലുറപ്പുണ്ടെങ്കിലും ആ സമയത്ത്, ഇപ്പോൾ ഒരു കൃഷിക്കാരൻ സമയത്ത് വളം കിട്ടുക, സമയത്ത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലേ. ഈ സമയത്ത് ചെയ്യുമ്പോൾ നിയമപ്രശ്നമാണ്. ഇപ്പോൾ തൊഴിലുറപ്പുകാരൊക്കെ ചെയ്യണമെങ്കിൽ ഇവരെന്നാ വെച്ചാൽ ഇനി ചെയ്യണമെങ്കിൽ എന്നാ വെച്ചാൽ ഡിസംബർ കഴിയും, മാർച്ച് കഴിയും. എസ്റ്റിമേറ്റ് എടുക്കണം, അതിൻ്റെ പേപ്പർ ശരിയാക്കുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ? ആ പാടെ 2 കൃഷി ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ 1 കൃഷി പോലും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കത് വിത്തിറക്കി നട്ട് ഒക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. 2 കൃഷി ചെയ്ത പാടാണിത്. കാർന്നവന്മാർ 2 കൃഷി ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പാടവും കൃഷി ചെയ്തുകൊണ്ടിരുന്ന. ഇപ്പോൾ 100 ഏക്കർ സ്ഥലമുള്ളിടത്ത് 50 ഏക്കർ മുകളിൽ തരിച്ചാണ്. നിങ്ങൾ നോക്കുക, എല്ലാം തരിച്ചാണ്. ഇതൊക്കെ 25 കൊല്ലമായിട്ട് പണിയാൻ കിടക്കുക. ഇവിടുത്തെ കൃഷി ഓഫീസറുണ്ട്. പുള്ളി ഒരാൾ വിചാരിച്ച നാടുന്നാവല്ലോ. കൃഷിമന്ത്രിയുണ്ട്, പുള്ളി വിചാരിച്ച നാടുന്നാവോ. പറയുമ്പോൾ കൃഷിമന്ത്രി അവിടെ പുള്ളി ഇറങ്ങി ചിലപ്പോൾ ഞാറുകണമായിരിക്കും. പുള്ളി ഞാറിട്ട് വല്ലതും നടക്കും. അതൊക്കെ ഫോട്ടോ എടുക്കണം, പബ്ലിസിറ്റി വേണമെന്നല്ല. ആ കൃഷിമന്ത്രിക്ക് പോലും അതിനുള്ള അത്ര ഉള്ളൂ. കാരണം സംവിധാനം അതാണ്, നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ കുഴപ്പമാണ്. ഒരു പാടശേഖരം എടുത്ത് ആ പാടശേഖരം എങ്ങനെ ഡെവലപ്പാക്കുക എന്ന് ചിന്തിച്ച് അതിലിച്ചിരി പൈസ മുടക്കാണല്ലോ. മാതൃകയാവും. ഇവിടെ മാതൃക പഞ്ചായത്താക്കി എടുക്കാം. മാറാടി പഞ്ചായത്തിലെ ഏറ്റവും വലിയ പാടശേഖരമാണ് കടുവേലി പാടശേഖരം. ഇവിടെ ഈ ഇത്രയും സാധനം നിസ്സാര സിമ്പിൾ പൈസ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പാടശേഖരം കൃഷി ചെയ്യണതിന് ഈ 100 ഏക്കർ ആൾക്കാർ കൃഷി ചെയ്യും. വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ചിന്ത 1 ലക്ഷം രൂപ മതി. ഈ 1 ലക്ഷം രൂപയ്ക്ക് തോടുന്ന ഈ ഇത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സെക്രട്ടറിനെ പോയി കണ്ടു, മാറാടി പഞ്ചായത്തിൽ പോയി. സെക്രട്ടറി കണ്ടു കഴിഞ്ഞപ്പോൾ, സാറേ ഇങ്ങനെ ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് കൃഷി ചെയ്യണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാനായിട്ട് ഈ വെള്ളം വാർന്നു പോകില്ല. അപ്പോൾ തോട്ടിൽ മുഴുവൻ വേസ്റ്റ് ഇട്ടേക്കുവാണ്. സാമൂഹികരുടെ പ്രശ്നമാണത്. ഈ കുറേ കള്ളുകുണിമാർ വന്ന് കള്ളും കുടിക്കും. അത് കഴിയുമ്പോൾ കുപ്പി തോട്ടിലേക്ക് ഇടുന്ന പരിപാടിയാണ്. നമ്മൾ പോലീസിനോട് പറഞ്ഞു, പോലീസാണെങ്കിലും 1 ദിവസം 2 ദിവസമൊക്കെ വരും. പിന്നെ പോലീസും അതിൻ്റെ പുറകെ നടക്കില്ല. എവിടെ നിന്നൊക്കെ പ്രദേശം ഇവിടെ ആൾക്കാർ വന്നതെന്ന് ഒരു പിടുത്തമില്ല. കാരണം നമ്മൾ ചോദിക്കാൻ പോയാൽ നമ്മൾ 22 വയസ്സ് 21 വയസ്സായ പിള്ളേരെ വന്നെ ബൈക്കേൽ വരും. എന്നിട്ട് കള്ളും കഞ്ചാവും കുടിച്ചിട്ട് തോട്ടിലേക്ക് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വല്ല വർത്തമാനം പറയാൻ പോയാൽ നമ്മൾ തല്ലിയിട്ട് പോകും. അതാരം പേടിച്ചിട്ട് നമ്മൾ പാടശേഖര സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ?
അപ്പോൾ ആ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം വേണം. ഞങ്ങൾക്ക് സ്ഥലം കൃഷി ചെയ്യാനുള്ള സൗകര്യം വേണം. ഞങ്ങൾ കൃഷി ചെയ്യാൻ തയ്യാറാണ്. കാരണം എന്നാ പണിക്കാണ് പോണേ. കേരളത്തെ സംബന്ധിച്ച് എനിക്ക് വിദ്യാഭ്യാസമുള്ളവനാണ്. പറഞ്ഞിട്ട് കാര്യമാണ്. ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ കഴിഞ്ഞാൽ പറഞ്ഞിട്ടുള്ളവരാണോ. ഇവിടെ എന്ത് പരിപാടി ചെയ്താൽ ജയിക്കും? ഒരു പരിപാടിയും ചെയ്യാൻ ജയിക്കില്ല. കാരണം ഇതിനെക്കുറിച്ച് കേരള മന്ത്രിമാർ അവരുടെ പിള്ളേരെയൊക്കെ നല്ല ഹൈബ്രിഡ് കോളേജിൽ കിട്ടി പഠിപ്പിക്കും. അവർ 20 കൊല്ലം മുമ്പ് കണ്ട് അവരുടെ പിള്ളേരെ വിടും. അവരുടെ പിള്ളേർ സെറ്റപ്പ് ആവും. നമ്മളെ പോലുള്ള പാവപ്പെട്ട കൃഷിക്കാരൻ്റെ പിള്ളേർ നമുക്ക് ഈ പാടമൊക്കെ ഇങ്ങനെ നല്ല കൃഷിയൊക്കെ ചെയ്ത് നിൽക്കണമെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറിയും കഴിക്കാം. പിന്നല്ലേ ഇവിടെ എന്നാണെന്നറിയോ, ഇപ്പം നവംബറിൽ നമ്മളിപ്പോൾ സെപ്റ്റംബർ ഇപ്പോൾ കൃഷി ഇറക്കുവാണെങ്കിൽ ഡിസംബറിൽ കൊയ്യാം. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസം പച്ചക്കൃഷി ചെയ്യാം. അപ്പോൾ ഇവിടെ വിഷരഹിത പച്ചക്കൃഷി ചെയ്യാം. അപ്പോൾ അതിനുള്ള സൗകര്യം വേണ്ടേ? ഇപ്പം നമ്മളത് ഈ പറയുന്ന സമയത്ത് നമുക്ക് കൃഷി ഇറക്കണമെങ്കിൽ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യം വേണം. അതായത് വേണ്ടത് ഈ 1 ലക്ഷം രൂപ ഇപ്പോൾ സർക്കാർ മുടക്കിയാൽ മതി. ഈ കടുവേലിപ്പാടം ഞാൻ റെഡിയാക്കി കൊടുക്കാം. പക്ഷേ അതിന് സർക്കാർ തയ്യാറല്ല. കാരണം നിയമപ്രശ്നമാണ്. ഇപ്പം ഞാൻ ഇന്നലെ സെക്രട്ടറി പറയുകയാണ്, റെജി അത് ഞാൻ പറഞ്ഞു സാറേ ഒരു കാര്യം ചെയ്യും, ഒരു 10,000 രൂപ ഉണ്ട്, ബാക്കി 10,000 രൂപ എൻ്റെ കയ്യിൽ നിങ്ങൾ പിരിച്ച് ഞാൻ എങ്ങനെയെങ്കിലും നാട്ടുകാർ പിരിച്ചിട്ടാണെങ്കിൽ ഈ തുറന്ന് നമുക്ക് ക്ലിയറാക്കി വിടാം. അപ്പോൾ പിള്ളേർ അങ്ങനെ 10,000 എടുത്ത് തരാൻ മാറാടി പഞ്ചായത്തിൽ വകുപ്പില്ല. എന്നാ വകുപ്പില്ലാത്തതുകൊണ്ടാണോ? ഉദ്യോഗസ്ഥൻ ചെയ്യില്ലാത്തതുകൊണ്ടാണ്. നിലവിലൊരു പെറ്റി വർക്കായിട്ട് ചെയ്യുക. അവർ വേറെ ഒരു പട്ടി എത്ത് കിടന്ന് കാര്യം പറയുമ്പോൾ പട്ടി എത്ത് കിടന്നാൽ അതിൻ്റെ ചിലവ് വേണമെങ്കിൽ അവർക്ക് വയ്ക്കാമെന്ന് പറയും. ശവപ്പെട്ടിക്ക് വരെ എനിക്ക് പറയാൻ കൊള്ളില്ല, ഞാനൊരു അനുഭാവി ആയതുകൊണ്ട് പറയാം. എന്നാലും പറയാം, ഒരു ശവപ്പെട്ടി ഇന്ന് ഒന്ന് ആലോചിച്ച് നോക്കി, കേൾക്കുമ്പോൾ നാണം വരുമല്ലേ. വയനാട് ഒരു ശവപ്പെട്ടിക്ക് 75,000 രൂപ. ഒരു ബോഡി കുടിച്ചാൽ 75,000 വേണോ? 75,000 മുടക്കാമെന്ന് ഞാൻ കേട്ടേക്കണം. ഞാൻ ക്രിസ്ത്യാനി എന്നൊക്കെ നമ്മൾ മെത്രാൻ 25,000 കൊടുക്കണം. അത്രയും കാശ് വേറൊരു സമുദായത്തിലില്ല. അതായത് മുസ്ലിങ്ങളെ കുറിച്ചിട്ട് കാശ് കുറവാണ്, ഹിന്ദുക്കളെ കുറിച്ചിട്ട് കാശ് കുറവാണ്, ഏറ്റവും കാശ് ക്രിസ്ത്യാനിക്കാണ്. കാരണം ഞങ്ങളുടെ ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിൽ മെത്രാനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അവരുടെ സംവിധാനം അനുസരിച്ച് അവർ ഹോഡി കാറിൽ വരണം, അവരുടെ സൗകര്യം എടുത്ത് വരണം, അവർക്ക് 25,000 കൊടുക്കണം. അത്രയും കാശ് നിങ്ങളുടെ പൂജാരിക്കും കൊടുക്കണ്ട, ഇവിടെ മുസ്ലിങ്ങൾക്കും കൊടുക്കണ്ട, ഇല്ലേ? കൊടുക്കണ്ടല്ലോ. എന്നിട്ട് എങ്ങനെ വയനാടുള്ള മുസ്ലിങ്ങൾ ഈ ഒരു വ്യക്തിനെ കുറിച്ച് 75,000 നമുക്ക് കണക്ക് മനസ്സിലാവണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിലവിൽ എന്നാ കുഴപ്പം? ഈ നാടിൻ്റെ, അതായത് ഇവിടെ ചോദിക്കാനും പറയാൻ ആളില്ല. അതായത് ചോദിക്കണവനുണ്ടല്ലോ, അതാണ്. അതായത് ഇവിടെ പലർക്കും ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചോദിക്കണവനുണ്ടല്ലോ ഒതുക്കും. ഇപ്പം ഞാൻ സംസാരിച്ചപ്പോൾ നാളെ തന്നെ ചിലപ്പോൾ എന്നെ കൊണ്ടുപോയി തല്ലിക്കുക. എനിക്ക് തല്ലാൻ പേടി, കാരണം 51 വയസ്സായി. ഞാൻ എല്ലാ പരിപാടിയും നിർത്തണം. ഇനിയിപ്പോൾ ചത്താലും 3 പെമ്പിള്ളേർ അവരൊന്ന് കരഞ്ഞോളും, എനിക്കത് പേടിയില്ല. അപ്പോൾ എന്നാലും ഞാനിപ്പോൾ സർക്കാരെ കുറ്റം പറയണമല്ല, പക്ഷേ ഈ ഇവിടുത്തെ സംവിധാനം ശരിയല്ല. ഇവിടുത്തെ നല്ലൊരു പഞ്ചായത്ത് പ്രസിഡന്റ് OP, അതായത് മാർക്സ് പാർട്ടി ഭരിച്ച് പുള്ളിയാണ്, നല്ല നേതാവാണ് പുള്ളി. എന്ത് വേണം ഇപ്പോൾ ഞാൻ ഇന്നലെ സെക്രട്ടറിയോട് ചോദിക്കണമെങ്കിൽ പകരം പുള്ളിയോട് ചോദിച്ചാൽ പുള്ളി 10,000 അപ്പം തന്നെ എടുത്ത് തരും, നീ പോയി ചെയ്തോളാൻ പറയും. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. പ്രസിഡന്റിനോട് ചോദിക്കും നമ്മളൊരു അതിൻ്റെ ചെയ്യേണ്ട ഒരു ഉദ്യോഗസ്ഥന്മാർ ചെയ്യണം. ഇവിടെ കൃഷി ഓഫീസറുണ്ട്, ഇവിടെ എവിടെയൊക്കെ കൃഷിയുണ്ട്, എന്തൊക്കെ കൃഷി ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഏത് വിത്ത വിതയ്ക്കണമെന്നോ ഇവിടുത്തെ കൃഷി ഓഫീസർക്ക് അറിയാൻ പാടില്ല. സർക്കാർ നമ്മളെ കൊടുക്കണമല്ലേ. ഇനി ചിലപ്പോൾ കൃഷി ഓഫീസർ നാളെ എന്നോട് ചീത്ത പറയും, എനിക്കത് വിഷയമല്ല, ഞാൻ കൃഷിയൊക്കെ നിർത്തി ഇവിടുന്ന് പോവാം, വല്ല വിദേശത്തേക്ക് പോകണേ, അതാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതിനൊരു പരിഹാരം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റി മാത്രം ഈ ചാനൽ എടുത്താൽ മതി. അല്ലെങ്കിൽ വേറെ ചാനലുകാരെ വിളിച്ചോളാം, വേറെ ചാനലുകാർ വരുമ്പോൾ പറയണം. കാരണം നിങ്ങൾക്ക് അതിനുള്ള തൻ്റെ ഇടം ഉണ്ടെങ്കിൽ എന്നാ നിങ്ങളുടെ പേരണ നിങ്ങളുടെ ഫ്ലാഷ് മീഡിയയ്ക്ക് അതിനുള്ള തൻ്റെ ഇടം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എടുത്താൽ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ഇതിന് നേരമില്ല. ഇനി ഇതേ ഈ പുള്ളിയൊക്കെ ഇപ്പോൾ പണിക്ക് വന്നോണ്ടിരുന്ന അതിൻ്റെ താഴത്ത് തോടില്ല. ഇവിടെ തോട് കണ്ടാൽ താത്തി വീതി കൂട്ടി എവിടെ വെള്ളം പോകുമല്ലാതെ അവിടെ പോയി താത്തണ്ട. ആ കലുങ്ക് പോലെ ഉമ്മളെ പള്ള കലുങ്ക് പോലെ താത്തി കത്തി തണ്ണീര് അടക്കി ഇടിഞ്ഞു. താത്തണ്ട് താഴെ താത്തണം, ഇത് മുകളിൽ കൊണ്ടു താത്തി വെള്ളം കുഴിയാക്കരുത്. ഈ തണ്ണീര് എവിടെയാ പോയി തണ്ണി വാക്കിച്ചായിട്ട് കൊണ്ടുവരുമ്പോൾ 2 മെമ്പറുള്ള വാർഡത് ഒരു പ്രയോജനമല്ല ഞങ്ങൾക്ക് ഒരു പ്രയോജനം. 2 മെമ്പറുള്ള 9 വാർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വാർഡ്. 2 മെമ്പർമാരാ, ഒരു ഹരിജൻ മെമ്പറും ഒരു എന്നാ കോപ്പ് മെമ്പറോ ദിശ മെമ്പറോ, 2 മെമ്പർമാർ. ഈ തണ്ണീര് അവിടെ ഇടിഞ്ഞു വിടും. പിന്നെ അവിടെ ഒരു പുതിയ പശുഫാമ് തുടങ്ങി. അവർ നിലം പച്ച പാലം ഉണ്ടാക്കി ചെന്ന് തടഞ്ഞു കട്ടിട്ട് നിൽക്കുക. എല്ലാവരും കൂട്ടം കൂടെ 2 തോട്ടിലെ വെള്ളം അവിടെ ചെന്ന് കൂടണം. ഇതിലും വലിയ തോടെ അവിടെ നിന്ന് മീങ്ങുന്ന ചത്താപ്പൂരെ മുകളിലെ തോട്ടിലെ വെള്ളം അവിടെ വന്നെ. ഇത് പിന്നെ ഇച്ചിരി ഉള്ളൂ കൈത്തോടെ വലിയ തോട്. നമ്മുടെ മീങ്ങുന്ന മുതൽ 6 ഒരു നിരപ്പ് മുതൽ വന്ന് വാക്കത്തി അവർ പഠിച്ചു. ഞാൻ കണ്ടത്തേക്ക് പോയിട്ട് കാര്യക്കാർ വിട്ടാൻ വന്നു. അന്നേരം നിങ്ങൾ വന്നത്, നിങ്ങൾ കണ്ടത് കണ്ടത് നന്നായി നോക്കല്ലേ ഞാൻ നടക്കുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ, അതായത് എനിക്ക് സ്കൂളിൽ പോകാൻ ബസ്സില്ലാത്തൊരു കാലങ്ങളിൽ 6, 7 പഠിക്കുന്ന കാലത്ത് ഇവിടെ ഈ പാടത്തെല്ലാം പില്ലർ പൊട്ടി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് പള്ളിക്കൂടത്തിൽ വിടാൻ വയ്യാത്ത എൻ്റെ കാരണന്മാരുടെ മുമ്പിൽ ഞാൻ ഇവിടെ പണിക്കിറങ്ങിയതാണ്. ഇപ്പോൾ എനിക്ക് ഈ 8-10 കൊല്ലമായിട്ട് ഈ പാടത്ത് ഇറങ്ങാനോ പണിയെടുക്കാനോ പറ്റാത്ത രീതിയായി. കാരണം ഇവിടെ ആരും പണിയല്ല, വാർത്താരും പണിയിപ്പിക്കണതില്ല. അതുപോലെ തന്നെ ഒരുപാട് ഞാൻ നാട് മുഴുവൻ കുട്ടനാട് ആ ഭാഗങ്ങളിലെല്ലാം പോയി പണിതെന്നാണ്.
അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഈ പാടം കിട്ടിയപ്പോൾ ഞാൻ 520 മണിക്കൂർ പണിത കാലങ്ങളുണ്ട്. 520 മണിക്കൂർ ഞാൻ ഈ പാടത്ത് പണിതാണ്. ഇപ്പോൾ 520 മണിക്കൂർ പണിയാൻ പോയിട്ട് 150 മണിക്കൂർ പണിയാനുള്ള പാടം ഇവിടെ ഇല്ല. ഇപ്പോൾ അതായത് ഇവിടെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരുത്തും കൂടെ വന്നാൽ അവിടെ ഇറങ്ങാനില്ല, ഇറക്കില്ല, ആരും പണിയിപ്പിക്കുന്നില്ല. പക്ഷേ ഞാൻ ഈ പണിയെടുത്ത് ജീവിക്കണം, എനിക്ക് വേറെ പണിക്കൊന്നും അറിയാൻ പാടില്ല, എനിക്ക് വേറെ പണിയൊന്നും ചെയ്യാൻ വശമില്ല, അറിയുമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് 2 മക്കളുമുണ്ട്, ആ കഷ്ടപ്പെട്ട് ഒരു നേരത്തെ ആഹാരത്തിന് വശമില്ലാണ്ടാണ് ഞാൻ അവിടെ ജീവിക്കണം ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ. ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. അത് ഈ എല്ലാവരും കൂടി എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തന്നെ.